കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്രേസ് ടിവിയിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ക്രിസ്തുയേശുവിന്റെ വന്ദനം അറിയിക്കുന്നു. ഇന്നു മുതൽ എഫേസ്യ ലേഖനത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകളാണല്ലോ എടുക്കുന്നത്. എല്ലാ ബുധനാഴ്ചയും ആ ക്ലാസ്സിൽ സംബന്ധിപ്പാനായിട്ട് പ്രിയപ്പെട്ട എല്ലാവരെയും ഒരിക്കൽ കൂടെ ക്ഷണിക്കുകയും കൂടെയാണ്. ബ്രീഫായിട്ട് പഠിക്കാനുള്ള അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒത്തിരി വിശദീകരിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും ചുരുക്കമായ ചില അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമുക്കത് വാക്യങ്ങളായിട്ട് പഠിച്ച് ചില കാര്യങ്ങൾ ഗ്രഹിപ്പാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലൂടെ വായിക്കുന്നു. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. റോമ കാരാഗൃഹത്തിൽ നിന്നാണ് ഈ ലേഖനം എഴുതുന്നത്. എഫേസ്യ ലേഖനം, ഫിലിപ്പ് ലേഖനം, കൊലോസ് ലേഖനം, ഫിലമോൻ ഇതെല്ലാം കാരാഗ്രഹ ലേഖനങ്ങളാണ്. കാരാഗ്രഹ ലേഖനങ്ങൾ. അതില് എഫേസ്യ ലേഖനം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ഉപദേശപരമായ വിഷയത്തിൽ, ജീവിതപരമായ വിഷയത്തിൽ, വിശുദ്ധിയുള്ള ബന്ധത്തിൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ചേർത്തുകൊണ്ടാണ് എഫേസ്യ ലേഖനം നിൽക്കുന്നത്. ഈ ലേഖനം തിഹിക്കോസ് എന്ന വിശ്വസ്ത ഭക്തന്റെ കയ്യിൽ കൊടുത്തു വിട്ടതായിട്ട് കാണുവാൻ കഴിയും. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ, കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ, ഇത് രണ്ടും കൂടെ ചേർത്ത് നിങ്ങൾ സമയം പോലെ നോക്കി വായിച്ചാൽ തിഹിക്കോസിന്റെ കൈവശം ഈ ലേഖനം കൊടുത്തു വിട്ടെന്ന് കാണിക്കുന്നു. അദ്ദേഹത്തെ പറ്റി പറഞ്ഞ 2 വാക്കുകൾ, വിശ്വസ്തന് ഭക്തനായ മനുഷ്യൻ തിഹിക്കോസ്. അപ്പോൾ ദൈവം തൻ്റെ ദൂത് ഏൽപ്പിക്കുന്നത് വിശ്വസ്തരുടെ കയ്യിലാണ്, ഭക്തരുടെ കയ്യിലാണ്. അപ്പോൾ ദൈവം ചിലത് നിങ്ങളുടെ കയ്യിൽ തരുമ്പോൾ, മറ്റുള്ളവർക്ക് അത് വിളമ്പി കൊടുക്കാൻ തരുമ്പോൾ വിശ്വസ്തരായി നിൽക്കാമെങ്കിൽ ദൈവം ധാരാളമായി തന്നുകൊണ്ടിരിക്കും. ഇപ്പൊ തിഹിക്കോസിന്റെ കയ്യിൽ കൊടുത്താൽ കൃത്യമായിട്ട് ഇത് അവിടെ കൊണ്ട് കൊടുക്കുക എന്നുള്ളത് പൗലോസിന് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തു വിട്ടു. പൗലോസുമായിട്ടുള്ള ഈ എഫെസോസുമായിട്ടുള്ള ഒരു ബന്ധം, പൗലോസിന്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ ഒരു ഷോർട്ട് സ്റ്റോപ്പ്, അല്പ ദിവസങ്ങൾ താൻ അവിടെ താമസിച്ചതായിട്ട് കാണുന്നുണ്ട്. അത് അപ്പോസ്തലപ്രവൃത്തികൾ 18-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിലാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. എന്നാൽ പ്രവൃത്തി 19-ാമത്തെ അധ്യായത്തിൽ കൂടുതൽ നാൾ പൗലോസ് അവിടെ താമസിച്ചു എന്ന് കാണുന്നു. ഏകദേശം 3 വർഷം പൗലോസ് അവിടെ താമസിച്ച് ദൈവദിനം പഠിപ്പിച്ചു. പ്രവൃത്തി 19-10 അത് കാണും. അങ്ങനെ പഠിപ്പിച്ചു. അങ്ങനെ എഫെസോസുമായിട്ട് പൗലോസിന് നല്ലൊരു ബന്ധമുണ്ട്. പൗലോസ് അവിടുന്ന് പോയ ശേഷം തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് തീമോഥെയോസിനെ അവിടെ നിയോഗിച്ചു എന്ന് കാണും. 1 തീമോഥെയോസ് 1-3-4 വാക്യങ്ങളാണ്. അവിടെ അവസാനത്തെ പൗലോസിന്റെ മിഷണറി യാത്രയിൽ എഫെസോസിന് 30 മൈൽ അകലെയുള്ള മിലേത്തോസിലേക്ക് മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രവൃത്തി 20-17 ആ വാക്യമുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കർത്താവ് നേരിട്ട് എഫെസോസ് സഭയ്ക്ക് ദൂത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എഫെസോസ് സഭയുള്ള ബന്ധത്തിൽ ഈ ലേഖനം ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. എഫെസോസ് പട്ടണത്തെ പറ്റി നോക്കിയാൽ ഒരു വലിയ വാണിജ്യ കേന്ദ്രമാണ്. ഏഷ്യ പ്രദേശയുടെ തലസ്ഥാനമായിരുന്നു എഫെസോസ്. അപ്പം അന്നത്തെ ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. AD 62-63 കാലഘട്ടങ്ങളിലാണ് ഇത് എഴുതുന്നത്. ആർക്കെഴുതിയെന്ന് 1-2 വാക്യങ്ങൾ കാണുകയാണ്. എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക്, ഈ എഫെസോസിലുള്ള എന്നുള്ള ബ്രാക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം പഴയ കയ്യെഴുത്തുകൾ ചിലതിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് അതങ്ങനെ ഇട്ടിരിക്കുന്നത്. മലയാളം തർജ്ജിമയിൽ അത് കാണുകയാണ്.
ഇതിനൊരു തീമെന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണത്. നിത്യമായ വീണ്ടെടുപ്പിന്റെ കാര്യപരിപാടിയിൽ സഭയുടെ സ്ഥാനവും പ്രവർത്തനവും. ഇതാണ് എൻ്റെ തീം. ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവത്തിൻ്റെ നിത്യമായ വീണ്ടെടുപ്പിന്റെ കാര്യപരിപാടിയിൽ സഭയുടെ സ്ഥാനവും പ്രവർത്തനവും. നമ്മൾ തുടർന്നിട്ട് പഠിച്ചു വരുമ്പോൾ സഭ എന്താണെന്നും സഭയിൽ എങ്ങനെ ആയിരിക്കണമെന്നും സഭയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ പറ്റുകയാണ്. വീണ്ടെടുപ്പിൻ വേല ഒരു പ്രധാനപ്പെട്ട വിഷയമാണത്. വീണ്ടെടുപ്പിൻ വേല. ഈ വീണ്ടെടുപ്പിൻ വേലയ്ക്ക് പദ്ധതിയിട്ടത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവം അത് നിവൃത്തിയാക്കിയത് പുത്രൻ മൂലമാണ്. കാൽവരി ക്രൂശിൽ നമുക്കായിട്ട് തകർക്കപ്പെട്ട കർത്താവ് മനുഷ്യവർഗത്തെ പാപത്തെ ചുമന്ന് തൻ്റെ ശരീരത്തിൽ ചുമന്ന് ക്രൂശിക്കപ്പെട്ട് മരിച്ച് തന്റെ ന്യായപ്രമാണത്തെ പൂർത്തിയാക്കി സാത്താന്റെ തല തകർത്തുകൊണ്ട് തൻ്റെ കാൽവറി മരണത്തിൽ കൂടെ അതിനെ നിവൃത്തിയാക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജീവിതങ്ങളിലേക്ക് അത് പ്രാവർത്തികമാക്കിയത് പരിശുദ്ധാത്മാവാണ് ഹൃദയങ്ങളിൽ. അപ്പൊ ഈ വീണ്ടെടുപ്പിൻ പദ്ധതി, ഈ വേല പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ചേർന്നാണ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി സഭയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു 6 കാര്യങ്ങൾ ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം സഭ ശരീരം. 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ സഭ മന്ദിരം എന്ന് കാണും. 3-ാം വാക്യത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ സഭ മർമ്മം എന്ന് കാണും. മർമ്മം. ഈ മർമ്മം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തിൽ വെളിപ്പെടാഞ്ഞതും പുതിയ നിയമത്തിൽ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ മർമ്മം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഒരുമിച്ച് ചേർന്ന് പോകേണ്ട ഒരു കുടുംബമായിട്ടാണ് സഭയെ കാണുന്നത്. ഒരുമിച്ച് ചേർന്ന് പോകുന്ന കുടുംബം. 5-ാം അധ്യായത്തിന് 32-ാം വാക്യത്തിൽ സഭ മണവാട്ടി എന്ന് കാണുന്നു. ആത്മമണവളനായ ക്രിസ്തുവിന്റെ ഒരുക്കമുള്ള മണവാട്ടിയെ പറ്റിയാണ് 32-ാം വാക്യത്തിൽ കാണുന്നത്. 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ ഒരു സൈന്യം, ആർമി, ഒരു പടക്കൂട്ടം. അപ്പോ ഈ 6 അധ്യായത്തിൽ ഈ 6 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇനി 6 അധ്യായങ്ങളെ 2ആയി തിരിച്ചു പഠിക്കാൻ കഴിയും. ആദ്യത്തെ 3 ചാപ്റ്റർ എന്ന് പറയുന്നത് വാട്ട് ഡിഡ് ഗോഡ് ഫോർ us. ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് കാണാം. ക്രിസ്തുവിൽ നമുക്കൊരു സ്ഥാനമുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, ധനമുണ്ട്, സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നവിടെ കാണും. 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മിൽ കൂടെ എന്ത് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മിൽ കൂടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നാളെ നമ്മുടേതല്ല. അപ്പോൾ ദൈവസഭയുടെ ബന്ധത്തിൽ ഓരോ വ്യക്തികളും നമ്മിൽ കൂടെ ദൈവം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, സഭാ അംഗങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫ്, പ്രായോഗിക ജീവിതം, അല്ലെങ്കിൽ അവരുടെ നടപ്പ്, ഇതിനെയാണ് അവിടെ വിശദീകരിക്കുന്നത്. ഇനി പുസ്തക വാക്യങ്ങളിലേക്ക് വന്നാൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളുടെ തുടക്കം ദൈവേഷ്ടത്താൽ തുടങ്ങുകയാണ്. ദൈവേഷ്ടത്താൽ നാം ദൈവമക്കളായി തീർന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവമക്കളായി തീർന്നത് നമ്മുടെ പ്ലാനിലല്ല, നമ്മുടെ ഇഷ്ടത്തിലല്ല, ദൈവേഷ്ടത്തിലാണ്. നമുക്കറിയാം, നമ്മളാരും രക്ഷിക്കപ്പെടുത്തണമേ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെ രക്ഷിക്കപ്പെടുത്തിയല്ല, ഈ രക്ഷയിലേക്ക് ദൈവം നമ്പരാൻ നമ്മളെ കൊണ്ടുവന്നതാണ്. അപ്പൊ ദൈവേഷ്ടത്താൽ നമ്മുടെ തുടങ്ങിയാണ്. ഒരിക്കൽ ഇംഗ്ലണ്ടിൽ ഒരു വലിയ പ്രഭു, ഒരു സഭാംഗമാണ്. അദ്ദേഹം ഒരിക്കൽ ആ ചർച്ചിൽ വന്നപ്പോൾ സാധുവായ ഒരു ചെരുപ്പൂത്തിയെ കണ്ടു. അവിടെ ആ ചെരുപ്പൂത്തിയോട് അദ്ദേഹം പറഞ്ഞു, സഹോദര, ദൈവേഷ്ടത്താൽ ഞാൻ പ്രഭുവായിട്ടിരിക്കുക എന്ന് പറഞ്ഞു, ധനികനായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. പറഞ്ഞ ചെരുപ്പൂത്തി അദ്ദേഹത്തിന് ഒരു മറുപടി പറഞ്ഞു, ദൈവേഷ്ടത്താൽ ഞാനൊരു ചെരുപ്പൂത്തിയായിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ
നിങ്ങൾ ഏതവസ്ഥയിലിരിക്കുന്നോ അത് ദൈവേഷ്ടത്താലാണ്. അതുകൊണ്ട് അസൂയപ്പെടാനോ പെറുപെറുക്കാനോ ഒന്നും നമുക്ക് അവകാശമില്ല. നീ ഏതവസ്ഥയിലാണ് ദൈവം തമ്പുരാൻ നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണെന്നുള്ളൊരു കാഴ്ചപ്പാട് ഇന്ന് നമുക്കുണ്ടാകും. അതാണ് ദൈവേഷ്ടത്താലിനോട് തുടങ്ങുന്നത്. നീ ഏതിൽ ആയിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ ഇഷ്ടം, ഈ ഉറപ്പ് നമുക്ക് വേണം. ചിലർക്ക് കൂടുതൽ, ചിലർക്ക് കുറവ്, ഇതൊന്നും ചിന്തിക്കരുത്. എനിക്ക് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്നത്, എന്നെ ആക്കിയിരിക്കുന്നത്, എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്താലാണ്. എൻ്റെ സകല ചലനങ്ങളും ദൈവ ഇഷ്ടത്താലാണ്. അടുത്ത വാക്ക് വിശുദ്ധന്മാർ എന്നൊരു വാക്കാണ്. വിശുദ്ധന്മാർ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവർ എന്നാണ് എൻ്റെ അർത്ഥം. ഇനി നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല, ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവർ, അവരാണ് വിശുദ്ധന്മാർ. വിശ്വാസികൾ, മറ്റു വാക്ക് വിശ്വസ്തരെന്നാണ്. വിശ്വസ്തർ. അപ്പൊ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവർ വിശ്വസ്തരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ആർമിയിൽ പട്ടാളക്കാര് മേലുദ്യോഗസ്ഥന്മാരെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യാറുണ്ട്. സല്യൂട്ട് ചെയ്യുമ്പോൾ അവർ ശബ്ദത്തിൽ വിളിച്ചു പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഞാൻ വിശ്വസ്തനാണ് എന്ന് പറഞ്ഞാണ് സല്യൂട്ട് ചെയ്യുന്നത്. ഞാൻ വിശ്വസ്തനാണ്. ദൈവസന്നിധിയിലെ ദൈവമക്കളെ വിശുദ്ധരെന്ന് അവിടെ സംബോധന ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായി കണ്ട കാര്യം, നമ്മൾ വിശ്വസ്തരായി നിന്ന് നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. ഇതാണ് നമ്മൾ ദൈവം ഉദ്ദേശിക്കുന്നത്. ദൈവത്തെ വണങ്ങുമ്പോൾ ഞാനും നിങ്ങളും പറയേണ്ടത് ഞാൻ വിശ്വസ്തനാണ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രക്തത്താലും ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും വിശുദ്ധീകരിക്കപ്പെട്ടവർ പ്രാർത്ഥനയാൽ സകലവും വിശുദ്ധീകരിക്കപ്പെടുത്തിക്കൊണ്ട് വിശ്വസ്തരായി നിൽക്കുന്ന ജനമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഒരുമിച്ച് പറയാനുള്ളത്, ദൈവമേ ഞങ്ങൾ വിശ്വസ്തരാണ് എന്ന് പറയാൻ നമ്മുടെ മനസാക്ഷി ശുദ്ധമായി തീരണം. അടുത്ത വാക്ക് കൃപയും സമാധാനവും എന്നാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളിലുള്ള ഒരു പ്രത്യേകത അതാണ്. കൃപയും സമാധാനം ഉണ്ടാകട്ടെ, ഒരു ആശീർവാദമാണ്. കൃപയെന്ന് പറയുന്നത് എന്താണ്? അർഹിക്കാത്ത ആനുകൂല്യം നമുക്ക് ലഭിക്കുന്ന ദൈവം നൽകുന്നതിനെയാണ് കൃപയെന്ന് പറയുന്നത്. കൃപ. ഒരിക്കലും നമ്മൾ അർഹരല്ല, ഒരിക്കലും നമ്മൾ യോഗ്യരല്ല. അപ്പൊ അർഹിക്കാത്ത ആനുകൂല്യം ദൈവം നമുക്ക് നൽകുന്നതിൻ്റെ പേരാണ് കൃപ എന്ന് പറയുന്നത്. ആ കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്. നമ്മുടെ ബലഹീനതകളിൽ ദൈവം നമുക്ക് സപ്ലൈ ചെയ്യുന്ന ശക്തിയാണിത്. നമ്മൾ ബലഹീനരാണ് പലതിലും. എന്നാൽ ആ ബലഹീന സാഹചര്യത്തിൽ നമുക്ക് ദൈവം സപ്ലൈ ചെയ്യുന്ന ശക്തിയാണ്. പൗലോസ് പറയുന്നുണ്ടല്ലോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായതാകുന്നു. അപ്പൊ അതൊരു ശക്തിയാണ്. 2 12 8-9 വാക്യത്തിൽ കാണാം, എൻ്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി എന്നിവിടെ വായിക്കുന്നുണ്ട്. അപ്പം കൃപ എന്ന വാക്ക് ഈ ലേഖനത്തിൽ 13 പ്രാവശ്യം കാണാം. 13 പ്രാവശ്യം കൃപ എന്ന വാക്ക്. അടുത്ത സമാധാനം ഉണ്ടാകട്ടെ. സമാധാനത്തിൻ്റെ പ്രഭു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. സമാധാന പ്രഭു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അപ്പോൾ സമാധാനം ഇവിടെ എന്തെല്ലാം ഉണ്ടെങ്കിലും, എത്ര നിങ്ങൾ ധനികരാണെങ്കിലും, സൗന്ദര്യം ഉണ്ടെങ്കിലും, ആരോഗ്യം ഉണ്ടെങ്കിലും, ജോലി ഉണ്ടെങ്കിലും, സമ്പത്തുണ്ടെങ്കിലും, സമാധാനം എന്നുള്ള വിഷയം ലഭിക്കണമെങ്കിൽ അത് കർത്താവിൻ്റെ പാദത്തിങ്കൽ വന്നേ പറ്റൂ. ഈ സമാധാനം നിങ്ങൾക്കുണ്ടാകുമാറാകട്ടെ എന്ന് പൗലോസ് ആശീർവദിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-27 വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന പോലെയല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് നമുക്ക് സമാധാനം എന്ന റോമലേഖനം 5:1 കാണും. ദൈവത്തോട് ഉള്ള സമാധാനം ഒരു വിഷയം അതാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തോടുള്ള ബന്ധത്തിൽ സമാധാനമുള്ളവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആരോടും കയ്പില്ലാത്ത ഒരു മനസ്സ്, ഒരു ഹൃദയം, ആരോടും പകയില്ലാത്ത ഒരു ഹൃദയം, ഒരു ശുദ്ധീകരിക്കപ്പെട്ട അനുഭവം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവത്തോട് സമാധാനം നമുക്കുണ്ടാകുകയുള്ളൂ. ഫിലിപ്പിലേഖനം 4:7
അനുദിന ജീവിത പരിശോധനയിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് അതിജീവിക്കാൻ കഴിയാത്ത വിഷയങ്ങളിൽ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന സ്വസ്ഥതയ്ക്കാണ് സമാധാനം എന്ന് പറയുന്നത്. ഓരോ ദിവസം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സംഭവങ്ങൾ, വിഷയങ്ങൾ, നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല, നമ്മൾ അസ്വസ്ഥരാകും. ആ സമയത്ത് ദൈവത്തിൽ കൂടെ, ദൈവവിഷയത്തിൽ കൂടെ നമ്മൾ അനുഭവിക്കുന്ന സ്വസ്ഥതയ്ക്കാണ് സമാധാനം എന്നിവിടെ പറയുന്നത്. അതാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം എന്ന് പറഞ്ഞ വാക്ക് അവിടെയാണ്. എഫെസ്യർ 1:3 ഇവിടെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. ഉണ്ടോ? 3-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് പറയാണ്, ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? അനുഗ്രഹിച്ചു കഴിഞ്ഞു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരാൾ രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ പാവങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്വന്തം രക്ഷമായിട്ട് അംഗീകരിച്ച്, അങ്ങ് ക്രൂശിക്കപ്പെട്ട് മരിച്ചത് എനിക്ക് വേണ്ടിയാണ്, എനിക്ക് പകരമാണ്, അങ്ങയുടെ മരണം എൻ്റെ മരണമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ആ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് അംഗീകരിച്ച് വിശ്വസിക്കുമ്പോൾ അവിടെ ദൈവവൈതരം എന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പിൽ ദൈവം നമ്മളെ കൊണ്ട് നിർത്തുകയാണ്. ആ സമയത്ത് പിതാവായ ദൈവം പുത്രന്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകി ശുദ്ധീകരിക്കുന്നവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ ദൈവവൈതരം എന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പിൽ കൊണ്ട് നിർത്തുമ്പോൾ ഈ വാക്യത്തിന്റെ അർത്ഥം, നിങ്ങളെ ദൈവം അനുഗ്രഹിച്ച് കഴിഞ്ഞു എന്നാണ്. ഇനി ഒരനുഗ്രഹവും ബാക്കിയില്ല. നമ്മുടെ അനുഗ്രഹങ്ങൾ അത് മുഴുവനും ദൈവം നമുക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വിശ്വാസാൽ നമ്മൾ പ്രാപിച്ചാൽ മാത്രം മതി. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കഴിഞ്ഞു. പ്രത്യേകിച്ച് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ട, അനുഗ്രഹിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കതിനെ പ്രാപിച്ചാൽ മാത്രം മതി. സ്തോത്രം. ഉദാഹരണമായിട്ട് ഇസ്രായേൽ മക്കൾ അവരുടെ വിശ്വാസയാത്രയിൽ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ഉള്ള വാഗ്ദത്തം, ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പക്ഷേ ആ ദേശം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അവരതിനെ കൈവശമാക്കണം, യുദ്ധം ചെയ്യണം, വെട്ടിപ്പിടിക്കണം, ശത്രുവിനെ തകർത്ത് അതിനെ കൈവശമാക്കണം. ഇതിൻ്റെ പ്രാർത്ഥന ആവശ്യമാണ്, പ്രതിഷ്ഠ ആവശ്യമാണ്, ദൈവാരാധന ആവശ്യമാണ്, ഉപവാസം ആവശ്യമാണ്. ഇതെല്ലാം അതിനകത്തുണ്ട്. അപ്പം അനുഗ്രഹിച്ച് കഴിഞ്ഞിരിക്കുന്നു എങ്കിൽ പോലും ഞാനും നിങ്ങളും ഇതിനെ പ്രാപിച്ചേ പറ്റൂ. ഒരിക്കൽ കാലേബ് പറഞ്ഞൊരു വാക്ക് ശ്രദ്ധേയമാണ്. കാലേബ് മോശയിൽ കൊണ്ടൊരു ആലോചന കിട്ടുകയാണ്. 40 വയസ്സ് ഉള്ളപ്പോൾ ഒരു ആലോചന കിട്ടി. നിന്റെ പിതാക്കന്മാരെ എബ്രോൻ മല നിനക്ക് അവകാശമായി തന്നിരിക്കുന്നു. ആലോചന കേട്ടു. അവിടെ മുതൽ വിശ്വാസത്താൽ താൻ യാത്ര പുറപ്പെടുമ്പോൾ താൻ പറയുന്ന വാക്കേതാ? എബ്രോൻ മല എൻ്റെ കയ്യിൽ തന്നിരിക്കയാൽ സ്തോത്രം, തന്നിരിക്കയാൽ സ്തോത്രം, തന്നിരിക്കയാൽ സ്തോത്രം എന്ന് പറഞ്ഞ് 85-ാമത്തെ വയസ്സിൽ എബ്രോൻ മല അടിവാരത്ത് വന്നു കഴിഞ്ഞപ്പോൾ കാലേബ് ആ മല ചൂണ്ടിക്കാണിക്കുകയാണ്. മോശ അന്ന് എന്നോട് കൽപ്പിച്ച ഈ മല നീ എനിക്ക് തരിക, പോകാനും വരാനും അന്നത്തെ പോലുള്ള ആരോഗ്യം ഇന്നെനിക്കുണ്ട്. എൻ്റെ ദൈവമക്കളെ, 40-ാമത്തെ വയസ്സിൽ കേട്ട ദൈവാലോചന 85-ാമത്തെ വയസ്സിൽ കൈവശമാക്കിയാണ്. കൂടെ പോന്ന സഹോദരന്മാരെ ഹൃദയം ഉരുകുമാർ സംസാരിച്ചെങ്കിലും ദൈവമായ യഹോവയോട് താൻ പൂർണ്ണമായി പറ്റുന്നത് കൊണ്ട് കാൽ വെച്ച ദേശം എനിക്ക് അവകാശമായി. ഈ ദിവസങ്ങളിൽ ദൈവവാഗ്ദത്തങ്ങൾ നമുക്ക് മുറുകെ പിടിക്കാം, നമുക്കതിനെ പ്രാപിക്കാം. വാഗ്ദത്തം കേട്ടോണ്ട് പോരെ, നമുക്കതിനെ പ്രാപിക്കണം. പ്രൈസലോ. അങ്ങനെയാണെങ്കിൽ വിശുദ്ധന്മാർക്കുള്ള വാഗ്ദത്തം അത് വലുതാണ്, അത് നമുക്ക് മുറുകെ പിടിക്കണം, നമുക്കതിനെ പ്രാപിക്കണം. നിങ്ങളെ ദൈവം അനുഗ്രഹിച്ച് കഴിഞ്ഞു. വിശ്വസിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.